ജി സുധാകരൻ CPM തലവേദനയായെങ്കിൽ കണ്ണൂരിൽ കെ സുധാകരൻ കോൺഗ്രസിനും UDF-നും തലവേദനയാവുന്ന സാഹചര്യമാണുള്ളത്. അപ്രതീക്ഷിതമായി വന്ന ഒരു അതൃപ്തി ഉണ്ടാക്കിയ ഒരു പ്രശ്നം ഇതുവരെയും പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെയും കെ സുധാകരന്റെ കണ്ണൂരിലെ വീട് തന്നെയായിരുന്നു ഒരു കേരളത്തിലെ UDF രാഷ്ട്രീയ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമായ അവസ്ഥ. ഇന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. ഇന്നലെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അനുയായികളാണ് കൂടുതലും, അല്ലെങ്കിൽ ഭൂരിഭാഗവും അവിടുത്തെ അദ്ദേഹത്തിന്റെ അനുയായികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ എന്താണ് കെ സുധാകരൻ എടുക്കുന്ന തീരുമാനമെന്ന് കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കെ സുധാകരന്റെ തീരുമാനത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് വലിയൊരു തോതിലുള്ള ഓഫർ, അതായത് താങ്കൾ ഒരു MP-ക്കും മത്സരിക്കാൻ കൊടുക്കുന്നത് കഴിയില്ല, അതേസമയം തന്നെ താങ്കൾക്ക് ഒരു പ്രത്യേകമായ ഓഫർ നൽകുന്നത് താങ്കൾ പറയുന്ന ഒരാളെ കണ്ണൂർ സിറ്റിയിൽ വെക്കാമെന്നൊരു ഓഫർ ഹൈക്കമാൻഡ് നേതൃത്വം AIC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ നേരിട്ട് വിളിച്ച് ഇക്കാര്യം അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അതോടുകൂടി എങ്കിലും കെ സുധാകരൻ തണുക്കും. തിങ്കളാഴ്ച പോയി രാഹുൽ ഗാന്ധിയെ കണ്ട് തന്റെ അതിർത്തിയെല്ലാം കാര്യങ്ങൾ പറയുകയും ആവശ്യമായ പരിഗണന പാർട്ടിയിൽ ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്നുള്ള പ്രതീക്ഷയാണ് ശരിക്കും കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വവും അതോടൊപ്പം തന്നെ സുധാകരനൊപ്പം നിൽക്കുന്ന ആൾക്കാർ പറയുന്നത്. അതേസമയം തന്നെ കെ സുധാകരൻ ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രണ്ടും പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്ത് നടപടികളിലേക്ക് കോൺഗ്രസ് എടുക്കാൻ കഴിയും എന്നതുകൂടി ഈ രണ്ടാമത്തെ വശം കൂടി നോക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്ന